നമസ്കാരം. ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ സംക്രമിച്ചിരിക്കുകയാണ്. സൂര്യനും ചന്ദ്രനും യഥാക്രമം 2, 3, 11 ഭാവങ്ങളിൽ നിൽക്കുന്നതിനാൽ ഏകാദശ യോഗം രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിന്റെ 9ാം തിഥി കൂടിയാണ് കഴിഞ്ഞത്. അതിനാൽ തന്നെ വൃദ്ധിയോഗം, ധ്രുവയോഗം, അനിഴ നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടന്നിരിക്കുന്ന അവസരമാണ് ഇത്. അതിനാൽ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് ഐശ്വര്യം രൂപം കൊള്ളുന്ന അഥവാ ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്ന അവസരമാണ് ഇത് എന്ന് തന്നെ പറയാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാർക്ക് ഏറ്റവും ധൈര്യവും ഊർജവും വന്ന് ചേർന്നിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. സൂര്യദേവന്റെ കൃപ കൂടി ഉള്ളതിനാൽ ജീവിതത്തിൽ ബിസിനസ് പരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. മികച്ച പ്രകടനങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാഴ്ചവയ്ക്കുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നിങ്ങൾക്ക് പ്രശസ്തി, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാധാന്യം എന്നിവ വർദ്ധിപ്പിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം ദമ്പതികൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുവാനും തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു. ചില കൃത്യമായ തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളേണ്ടതായ അവസ്ഥ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കുടുംബത്തിലെ അംഗത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആവലാതികളുണ്ട് എങ്കിൽ, അത്തരത്തിൽ ടെൻഷനുകളുണ്ട് എങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. സൂര്യദേവന് ജലം അർപ്പിക്കുന്നതും ആദിത്യ സ്തോത്രം ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അഥവാ രാശിയായി പറയുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കർക്കിടകം രാശിയിലുള്ള വ്യക്തികൾക്ക് ഇന്ന് ശുഭകരമായ ചില വാർത്തകൾ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം. അത് നിങ്ങളുടെ ദിവസത്തിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തകൾ ആകാവുന്നതാണ്. കൂടാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ആത്മവിശ്വാസം കൈവരുകയും അതിനാൽ തന്നെ പല കാര്യങ്ങളിലും വിജയങ്ങൾ, ഇരട്ടി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. നിങ്ങളുടെ കരിയർ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കച്ചവടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ കടന്നു വരും. കൂടാതെ ഉന്നത വിദ്യാഭ്യാസം, ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ സൂര്യദേവന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. തീർച്ചയായും സൂര്യദേവനെ ഭജിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും മാറ്റങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ മാനസികാവസ്ഥ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കുക. സ്വാധീനമുള്ള വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ പോലും വന്ന് ചേരാവുന്നതാകുന്നു. അവർ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ
അനുകൂലമായ ഫലം അഥവാ ലാഭം കടന്ന് വരാവുന്നതാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ആശയപരമായി നിങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രണയജീവിതം നയിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ദിവസങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കൂടാതെ തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ നിങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു രാശി തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാരായ വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ ശുഭകരമായ ദിവസമായി തന്നെ വന്ന് ഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ഇവർക്ക് പ്രധാനമായി പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ സംജാതമാകാവുന്നതാണ്. ശത്രുക്കളുണ്ട് എങ്കിൽ ശത്രുക്കളെ ജയിക്കുവാൻ പ്രതിരോധിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. പണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ, സാമ്പത്തികപരമായ തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യുവാൻ പാടൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരൂ. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ നൽകുന്ന ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. പലരിൽ നിന്നും നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം. പലവിധ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ആ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കുവാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ തർക്കങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും എന്നുകൂടി മനസ്സിലാക്കുക. സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ സമയത്തിലൂടെ, പ്രത്യേകിച്ചും സൂര്യദേവന്റെ കടാക്ഷമുള്ളതിനാൽ അനുകൂലമായ സമയത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഭാഗ്യം തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സൂര്യദേവനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.